എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ, മിഅ്റാജിന്റെ രാത്രിയുണ്ടല്ലോ, മിഅ്റാജിന്റെ രാത്രിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോകുകയാ. പ്രവാചകൻ പറയുകയാണ്, വറഅയ്തു കസുറാബി ബിനായി ജാരിയ. ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ സ്വർഗത്തിലൊരു ചില്ല് കൊട്ടാരം കാണുകയാണ്. കാണുമ്പോ എന്ത് ഭംഗിയെന്നറിയുമോ? വെളിയിൽ നിന്ന് നോക്കിയാൽ അകങ്കാര വല്ലാത്ത മനോഹരമായ ഒരു കൊട്ടാരം കാണുകയാണ്. ആ കൊട്ടാരത്തിന്റെ കവാടത്തില് ഒരു പെണ്ണ് കാത്തിരിക്കുകയാ, ഒരു പെണ്ണ് കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫഖുൽതു ലിമൻ ഹാദാ, ആർക്കുള്ളതാണ് ഈ കൊട്ടാരം? ഈ സ്വർഗത്തിലെ ഈ പെണ്ണ് കാത്തിരിക്കുന്ന കൊട്ടാരം ആർക്കുള്ളതാ? ആ സമയത്തതാ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്ന നബിയേ, ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊട്ടാരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുന്ന് സഹാബത്ത് ചോദിച്ചു, നബിയേ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നബിയേ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നബിയേ, ആ സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാ, ആ സ്വർഗത്തിലെ കൊട്ടാരം കിട്ടാ ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാണ് നബിയേ. അതിനുവേണ്ടി എന്തേ ചെയ്യേണ്ടത്? അതിനുവേണ്ടി എന്തേ സ്വർഗത്തിലൊരു കൊട്ടാരം വേണോ? പടച്ചവന്റെ 8 കവാടങ്ങളും സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് നോമ്പുകാരനെ ചലിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സ്വർഗത്തിലൊരു കൊട്ടാരം വേണോ? ഈ ദുനിയാവിൽ നിന്ന് പണിയാ തയ്യാറായിക്കോ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ദുനിയാവിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ കൊട്ടാരം പണിയാ കഴിയുമ്പോഴേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ദുനിയാവിൽ ഇരുന്നുകൊണ്ട് സ്വർഗത്തിലെ കൊട്ടാരം പണിയുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദഖൽതു ഫിൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സമിഅതു ഖശബത്തൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഞാൻ സ്വർഗത്തിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുകയാ, ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുകയാ. നല്ല പരിചയമുള്ള സംസാരമാണ്, നല്ല പരിചയമുള്ള സംസാരമാ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അവിടുന്ന് ചോദിക്കുകയാ, ആരാണ് കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്നത്? എനിക്കറിയുന്ന ആളാണല്ലോ, എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്ന മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയുവോ? ഈ കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയുവോ? സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, സ്വർഗത്തിലെ കൊട്ടാരത്തിൽ കാവൽ നിൽക്കുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, ഇതിനകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയോ? ഇതിനകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയോ? മഹാനായ സയ്യിദുനാ ബിലാൽ, കറുത്തവനായ, നീഗ്രയായ, അടിമയായ, മുടിയെല്ലാം ചുരുങ്ങിപ്പോയ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുണ്ടല്ലോ, ചരിത്രമറിയുന്നവനാണല്ലോ. മുസ്ലിമായതിന്റെ പേരില് പടച്ചവരേതന്റെ നെഞ്ചത്ത് പാറക്കച്ചപ്പെടുത്ത് വെച്ച് മരുഭൂമിയിൽ വളർത്തിക്കിടത്തി ചാട്ടവാട് കൊണ്ട് തന്റെ യജമാനന്മാർ ക്രൂരമായി പീഡിക്കുമ്പോൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലോ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സഹാബിയല്ലേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
ബിലാൽ റളിയല്ലാഹു തആല പറയുകയാണ്, എന്റെ യജമാനന്മാർ എനിക്ക് ഭക്ഷണം തരാറില്ല. അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവേ, ബിലാൽ തങ്ങൾ പറയുകയാണ്, ഒട്ടകത്തിന്റെ കാഷ്ടമെടുത്ത് ഞാൻ കഴിച്ചെന്ന് പറയുമ്പോ അല്ലാഹുവേ, ആ രംഗമൊന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ, ആ രംഗമൊന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ. ഒട്ടകത്തിന്റെ കാഷ്ടം വിശപ്പ് കാരണമെടുത്ത് ബിലാൽ തങ്ങൾ തിന്നുകയാണ്. വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് വായിക്കകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് മലക്ക് പറയുന്ന, യാ റസൂലല്ലാഹ്, ഈ കൊട്ടാരം ബിലാലിനുള്ളതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിലാലേ, നിനക്കെങ്ങനെയാ സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടിയത്? നിന്നെ ഞാൻ സ്വർഗത്തിലെ കണ്ടു ബിലാലേ, എന്തേ നിനക്കത് കിട്ടാനുള്ള കാരണമെന്താ? ആ ആലമോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബിലാൽ റളിയല്ലാഹു തആല പറയുകയാ, മാഅലമു മിൻ അമലിൻ സാലിഹ്. സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാൻ, സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാൻ എന്ത് സൽക്കർമ്മമാ ബിലാലേ നീ ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, ഒരുപാടൊന്നുമില്ല നബിയേ. ദുനിയാവിൽ നിന്നിട്ട്, ഈ പാവാതുകളിൽ നിന്നിട്ട് സ്വർഗത്തിലെ കൊട്ടാരം പണിയടോ പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലിനോട് ബിലാൽ തങ്ങൾ പറയുകയാണ്, മൻ തബല്ലഅത വുദൂഅൻ ഇല്ലാ സല്ലൈത ബിഹി റകഅതൈൻ. സ്വർഗത്തിലെ കൊട്ടാരം വേണോ, സ്വർഗത്തിലെ കൊട്ടാരം വേണോ? ബിലാൽ തങ്ങൾ പറയുകയാ, യാ റസൂലല്ലാഹ്, എപ്പോഴും എനിക്ക് ഒന്നുകൊണ്ട് നബിയേ, എപ്പോഴും ഞാൻ ഒന്നുകാരനാ, എപ്പോഴും ഞാൻ ഒന്നുകാരനാ. എനിക്കൊന്നു മുറിഞ്ഞാൽ അപ്പോഴും തന്നെ ഞാൻ ഒന്നുപെടുക്കും നബിയേ. പക്ഷേ യാ റസൂലല്ലാഹ്, എപ്പോ ഒന്നുപെടുത്താൽ 2 റകഅത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കും നബിയേ. മഹാനായ റസൂലുള്ളാഹി തങ്ങള് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ പിടിച്ചിട്ട് പറയുന്ന, ബിലാലേ, നിനക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാ, നിനക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാ ഉള്ള കാരണം എന്തെന്നറിയുമോ? എപ്പോ ഒന്നുപെടുത്താൽ 2 റകഅത്ത് നീ നിസ്കരിക്കുമല്ലോ. ഇതിന് പകരമാണ് ബനാ ബൈതം ഫിൽ ജന്ന. അല്ലാഹു നിനക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം തന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ നല്ല പരിചയമുള്ള ഒരു ശബ്ദം കേട്ടു. കാവല് നിൽക്കുന്ന മലക്കിനോട് ചോദിച്ചു, ആരാ? നബിയെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ സ്വർഗത്തിൽ നിന്നെ കണ്ടു, കിട്ടാൻ എന്തേ ചെയ്യണം? നിന്നെ ഞാൻ സ്വർഗത്തിൽ ഒരു കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്നത് കണ്ടു, എന്ത് അമലാണ് നീ ചെയ്യുന്നത് നബിയെ? എനിക്കെപ്പോഴും ഒന്നുണ്ടായിരിക്കും, എനിക്കെപ്പോഴും ഒന്നുണ്ടായിരിക്കും. ഒന്ന് മുറിഞ്ഞാൽ ഞാൻ അപ്പോഴെടുക്കും, പക്ഷേ ഒന്നുവെടുത്താൽ 2 റകഅത്ത് ഞാൻ നിസ്കരിക്കുമെന്ന് ബിലാൽ പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എപ്പോഴും നീ ഒന്നുവെടുത്തില്ലെങ്കിലും, എപ്പോഴും നീ ഒന്നുകാരിയല്ലെങ്കിലും, ഒന്നുവെടുത്തു കഴിഞ്ഞാൽ ഉടനെ 2 റകഅത്ത് നിസ്കരിച്ചാൽ നിനക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാകുന്ന നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും സ്വർഗത്തിൽ കൊട്ടാരം വേണമെങ്കിൽ രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സല്ലാ ഫീ യൗമിൻ വലൈലിൻ 12 റകഅ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന.
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, അല്ലാഹുവേ ആരെങ്കിലും എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം